ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ലാതെ നല്ല ഹോളോട് കൂടിയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള നല്ല നാടൻ ദോശ ഇന്ന് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. കുതിർന്ന് വന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും നമ്മുടെ ദോശ. നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുതിരട്ടെ. 4-5 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിനായിട്ട് പ്രത്യേകം വലിയ വില കൂടിയ അരിയൊന്നും വേണ്ട. നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്തത്. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പച്ചരിയും ഉലുവയും. ഈ ഒരു വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പച്ചരി നേരെ മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം പിന്നെ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഈ ഒരു നാടൻ ദോശയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. ദോശയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാലേ, പക്ഷെ നമ്മൾ ഒത്തിരി ഉഴുന്നും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കാറ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ പറയുന്ന ഇതുപോലെ ചെയ്ത് നോക്കൂ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അരിയെല്ലാം മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം ചോറാണ് കേട്ടോ. ഇനിയിപ്പോൾ വെളുത്ത ചോറായാലും നമ്മുടെ മട്ടരിയുടെ ചുവന്ന ചോറായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരി കുതിർത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു നാടൻ ദോശയുടെ മാവ് എന്ന് പറയുന്നത് ഒരുപാട് ടൈറ്റ് അല്ല കേട്ടോ. അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങ അതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദോശ നല്ല രുചിയായിരിക്കും. തേങ്ങയുടെ ആ പുറകുവശത്തുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കിയിട്ട് ചിരകിയിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചുടുന്ന ഈ ഒരു ദോശ നല്ല കളറോട് കൂടിയിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തവയോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നമ്മൾ ചുടുന്ന ദോശ ഉണ്ടല്ലോ നല്ല പഞ്ഞിയായി നല്ല ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ടോട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 മിനിറ്റ് തവി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കോളൂ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിത് രാത്രിയാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ രാവിലെ ആദ്യം നമുക്കിതിലോട്ടുള്ള ഒരു സൂപ്പർ ചട്നി കേട്ടോ. ഇതിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് ഈ ഒരു ചട്നി. ഇതന്നെ ചെയ്ത് നോക്കണേ, അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ടൊരു 4-5 അല്ലി വെളുത്തുള്ളി ചേർക്കുകയാണ്. ഒപ്പൊരു 2 വറ്റൽമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ചട്നി തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് റെഡിയാക്കിക്കോളും. പക്ഷേ ഇതിൻ്റെ രുചി ഇതും ആ ഒരു നാടൻ ദോശയും എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. ഇത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. പിന്നെ ഇതിലോട്ടൊരു വലിയുള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. ആ ഒരു സമയം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് 2 നല്ലൊരു പഴുത്ത തക്കാളി എടുത്തിട്ട് അതും കൂടി കട്ട് ചെയ്തതിൽ ചേർത്ത് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. ഈ ഒരു സമയത്ത് തക്കാളി ചേർക്കുകയാണ്. 2 നല്ല പഴുത്ത തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ ഒരു 2 മിനിറ്റിൽ തന്നെ നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുവേ. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വലിയുള്ളി ആയാലും തക്കാളി ആയാലും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഒപ്പം തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. രാവിലെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ചട്നി. ദോശക്കൊക്കെ ഈ ഒരു ദോശക്ക് സൂപ്പർ കോംബോ ആണ്. നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്ര രുചിയാണ്. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു കുത്തുന്ന ചുവയ്ക്ക് മാറിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറു ചൂടോട് കൂടിയിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ഇത് തണുക്കാനുള്ള സമയമില്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ. അപ്പോൾ സമയമുള്ള ആൾക്കാർ നന്നായിട്ട് തണുത്തിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്താൽ മതി.
രാവിലെയൊക്കെ ആകുമ്പോൾ ട്യൂഷന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫുഡാവണ്ടേ. അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ജാർക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ തക്കാളിയിലൊക്കെ ഉള്ള ആ ഒരു നീര് മാത്രം മതി കേട്ടോ. കണ്ടല്ലോ, നല്ല ഫൈനായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലൊക്കെ ഒരു ചെറിയൊരു വറവ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ചട്നി സൂപ്പർ ടേസ്റ്റ് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചട്ടി ഞാനിതാ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുകും അതേ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഒപ്പൊരു 4-5 അല്ലി വെളുത്തുള്ളി നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇല ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കൂട്ടിന്. ആരെങ്കിലും ഇതുപോലെയുള്ളൊരു ചട്നി റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ കായാണുള്ളെങ്കിൽ ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും വലിയുള്ളിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് ചേർത്ത് കൊടുക്കാം. എൻ്റെ പൊന്നോ, ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അതിലേറെ നല്ല രുചിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ ദോശ ചുടുന്ന സമയങ്ങളിലും ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു സമയം വരെ നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്ന ഇതുപോലെ ആയി വരണം കേട്ടോ. വീണ്ടും കഴിക്കാൻ തോന്നും ദോശ. അപ്പോൾ ദോശയും ഈ ഒരു ചട്നിയാണ് നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അരിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയിട്ടോളൂ. ഇത്ര മതി കേട്ടോ. ഇനി വലിയ പരിപാടികളൊന്നുമില്ല. നമുക്കൊന്ന് തിളച്ചാൽ ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കേണ്ട. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഈ ഒരു ചട്നി നമുക്ക് വേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി പഞ്ഞിക്കെട്ട് പോലുള്ള നല്ല നാടൻ ദോശ റെഡിയാക്കണ്ടേ. ആ ഒരു തേങ്ങയുടെ രുചിയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. ഒരൊറ്റ തവണയെങ്കിലും ചെയ്യണേ. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ഉമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എത്രയാണെന്നല്ലേ. പിന്നെ ഒരുപാട് പുളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് പുളിയുള്ളത് എനിക്കായിട്ടല്ല, പൊതുവെ ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ചെറിയ പുളിയേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തേങ്ങയാണ് കേട്ടോ. തേങ്ങയുടെ ആ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് ഈ ഒരു ദോശ. നമ്മൾ മാവ് പാനിലോട്ട് ഒഴിക്കുമ്പോഴേക്കും തന്നെ കണ്ടല്ലോ, ഹോളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് നെയ്യൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. കണ്ടല്ലോ, നല്ല അടിപൊളി ദോശ. മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകളെന്ന് തന്നെ പറയല്ലേ, പെട്ടെന്ന് തന്നെ ഹോളായിട്ട് വരും കേട്ടോ. ഒത്തിരി സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റം രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള ആൾക്കാർ പോലും കഴിച്ചു പോകും കേട്ടോ. ഞാൻ പറയുന്ന പോലെ ഒരുപാട് പുളിയും കാര്യങ്ങളൊന്നുമില്ല, ചെറു പുളിയേ ഉള്ളൂ. നമുക്ക് മടുപ്പില്ലാത്ത രീതിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി പുളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് അത് ഒത്തിരി ഇഷ്ടമാവും. എണ്ണ നെയ്യോ വേണ്ടവർക്ക് ജസ്റ്റ് മുകളിൽ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് ചെയ്തോളൂ. ഹോളുകൾ നന്നായിട്ട് വന്നതിന് ശേഷം മാത്രം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഹോളുകൾ വരും കേട്ടോ. നല്ലൊരു ടേസ്റ്റിയാണ്. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു തേങ്ങേൻ്റെ രുചിയാണ് കേട്ടോ മുന്നോട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും. തേങ്ങ ഇനിയിപ്പോൾ ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ദോശയിൽ പ്രത്യേക ഒരു കണക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ദോശ ചുടുന്ന പരിപാടി ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ദാ നമ്മുടെ ചട്നിയും ദോശയൊക്കെ ഇവിടെ റെഡിയായി. 2 ദോശയും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാനിതിൻ്റെ ഇടയിൽ അങ്ങനെ ചുടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചട്നിയും അതുപോലെ തന്നെ ഈ നല്ല ഹോളോട് കൂടിയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള നല്ല നാടൻ ദോശ, ഉഴുന്ന് വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ഈനോ വേണ്ട, ഒന്നുമില്ലാതെയാണ് നമ്മളിത് റെഡിയാക്കിയത്. തലേ ദിവസം അരച്ച് വെച്ച് രാവിലെ ചുട്ടെടുത്താൽ മാത്രം മതി. സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒരുപാട് പുളി ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും. കണ്ടല്ലോ,
അപ്പോൾ എന്നും ഒരേ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കാതെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് റെഡിയാക്കിക്കോളൂ കേട്ടോ. ഇതുപോലെയുള്ള നാടൻ ദോശയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ വീടുകൾ റെഡിയാക്കാറുണ്ടാവും. അധികവും ഉഴുന്ന് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഉഴുന്ന് ചേർക്കാവുന്ന ചട്ടിയിൽ നിന്ന് കിട്ടുമോ, ശരിയായി കിട്ടുമോ എന്നൊക്കെ ഡൗട്ടാണ്. ഇനി ആരും ഡൗട്ട് അടിക്കണ്ട, ടെൻഷൻ ആവേണ്ട. അതാ ഇതുപോലെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. കണ്ടല്ലോ, തമ്മിൽ ഒട്ടിപ്പിടിക്കേ പശ പോലെ ആവേ അങ്ങനെയൊന്നുമില്ല. ഞാനും റേഷൻ കടയിൽ പച്ചരി വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സൂപ്പർ ദോശ റെഡിയാക്കിയെടുത്തത്. ഒരു പ്ലേറ്റിലോട്ട് നമ്മുടെ സൂപ്പർ ചട്നിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ദോശയും ഒന്ന് ടച്ച് ചെയ്ത് കഴിച്ച് നോക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ ചോറിന് പകരം ഇതുപോലെയൊക്കെ ഒരു ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കൂ. ഇതുപോലെ നമുക്ക് മാവുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ആവശ്യത്തിനനുസരിച്ച് ഒന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പാറിയതിന് ശേഷം ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ നല്ല നാടൻ വീഡിയോകൾ സിമ്പിളായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.